യുദ്ധത്തോടുള്ള താല്പര്യക്കുറവും അദ്ദേഹം എങ്ങനെയെങ്കിലും വാക്കുകളിൽ തീരാണെങ്കിൽ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കുക എന്നുള്ളത് അത് ട്രംപിനെ അംഗീകരിക്കേണ്ടത്. ഞാൻ ട്രംപിനെ വളരെയധികം വിമർശിക്കുന്ന വ്യക്തിയാണെങ്കിലും രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കുക, വാക്കുകൊണ്ട് ഭീഷണി കൊണ്ട് ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ ഒഴിഞ്ഞു പോകട്ടെ. അദ്ദേഹത്തിന്റെ മേലെ ഇപ്പൊ താങ്കൾ പ്രതിപാദിച്ച പോലെ അദ്ദേഹത്തിന്റെ മേലെയുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അൾട്രാ റൈറ്റ് കൺസർവേറ്റീവ്സ്, മാഗ കൺസർവേറ്റീവ്സ്, ഇവാഞ്ചലിസ്റ്റ്, ക്രിസ്ത്യൻ വിഭാഗം, ഇവർ പറയുന്നത് ഇതോടുകൂടി ഇങ്ങനെ തീർക്കൂ, ഇറാനെ തീർക്കൂ എന്ന് പറഞ്ഞാണ് ഇദ്ദേഹത്തിന് പിന്നിൽ കൂടിയിരിക്കുന്നത്. അവരാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്തിരിക്കുന്ന വൈറ്റ് കൺസർവേറ്റീവ് റിപ്പബ്ലിക്കൻ പാർട്ടി. അവർ പറയാണ് ഇതോട് തീർക്കാനുള്ള അവസരമല്ലേ എടുക്കുന്നത്, എന്താണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം കഴിഞ്ഞ 79 അമേരിക്കയുടെ എംബസി അറ്റാക്ക് ചെയ്തത് മുതൽ ഒരു അവസരം വന്നിരിക്കുന്നത് ഉപയോഗിക്കുന്നില്ല. വേറൊരു ചോദ്യം താങ്കളോട് ചോദിക്കാനുള്ളത്, നമ്മൾ മനസ്സിലാക്കും October 7, 2023 താങ്കൾ പ്രതിപാദിച്ചു. അന്ന് പ്രോക്സികളെ വെച്ച് ഹമാസിനെ വെച്ച് ഇങ്ങനെ ഒരു 1200 ആൾക്കാരെ ഇസ്രായേലികളെ അവസാനിപ്പിക്കുന്ന സമയത്ത് ഇറാൻ, ഇബ്രാഹിം റൈസി ആയിരുന്നു പ്രസിഡന്റ്, അദ്ദേഹത്തിനെ വരി നിർത്തി കളഞ്ഞു. ഇസ്മയിൽ ഹനിയ, യഹിയ സിൻവാർ, മുഹമ്മദ് സിൻവാർ ഒക്കെ പോയി, നസ്രുള്ളയൊക്കെ പോയി. ഒക്കെ ഇതിനും ഇസ്രായേൽ അന്ന് ഒരു പക്ഷേ ഇറാൻ വിചാരിച്ചത് ഈ 1200 ആൾക്കാരെ കൊല്ലുന്നു, കുറെ ബന്ദികളെ 250 ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്നു. അതിനുശേഷം ലോകം മുഴുവനും നമ്മുടെ മീഡിയ വൺ ചാനല്, ദുൽഖുർ സൽമാന് തൊട്ട് എല്ലാവരും കരയുന്നു, സേവ് ഓൾ റൈസ് ഓൺ റാഫ, അയ്യോ പാവം പാലസ്തീനി പിഞ്ചു കുഞ്ഞ് 2 വയസ്സ് കൊന്നേ, അയ്യോ കൊന്നേ ഇസ്രായേൽ കൊന്നേ എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടായിരുന്നു. കൈ വിട്ടുപോയി. എവിടെ ചെന്നെത്തി? 650 ദിവസം യുദ്ധം എത്തിക്കുമ്പോ എവിടെ ചെന്നെത്തി?